ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 4-ാം അധ്യായം. ഋഷഭദേവ ചരിതം. ശ്രീശുകൻ പറഞ്ഞു, ജന്മനാ തന്നെ ഭഗവത് ലക്ഷണങ്ങളെ വഹിച്ചവനും സമഭാവന, ഉപശമം, വൈരാഗ്യം, ഐശ്വര്യം തുടങ്ങിയ മഹാവിഭൂതികളാൽ പ്രതിദിനം വർദ്ധിച്ചു വരുന്ന പ്രഭാവത്തോടു കൂടിയവനുമായ നാഭിപുത്രനെ അമാത്യാദികളും പ്രജകളും പുരോഹിതന്മാരും ദേവന്മാരും ഭൂമണ്ഡല പരിപാലനത്തിന് അധികാരിയായി അഭിഷേചിക്കണം എന്ന് ആഗ്രഹിച്ചു. സ്തുത്യർഹമായ ദേഹകാന്തി കൊണ്ടും തേജസ്, ബലം, ശ്രീ, യശസ്, പ്രഭാവം, ഉത്സാഹം എന്നിവ കൊണ്ടും പിതാവ് ആ ബാലന് ഋഷഭൻ, അതായത് ശ്രേഷ്ഠൻ എന്നു പേരു കൊടുത്തു. ഇതിൽ അസൂയ തോന്നിയ ഇന്ദ്രൻ ആ ഭൂവിഭാഗത്തിൽ വർഷിക്കാതിരുന്നു. അത് മനസ്സിലാക്കിയ യോഗേശ്വരനായ ഋഷഭദേവൻ പുഞ്ചിരിച്ചും കൊണ്ട് ആത്മയോഗമായയാൽ അജനാഭാഭിധമായ സ്വരാജ്യത്തിൽ മഴ പെയ്യിച്ചു. ഹരേ. നാഭിയാകട്ടെ താൻ ആഗ്രഹിച്ച മാതിരി തന്നെയുള്ള സൽപുത്രനെ നേടുക കാരണമായി ഏറ്റവും ആഹ്ലാദിക്കുകയും സ്വപുത്രത്വേന മനുഷ്യാകാരനായി പിറന്ന ആ പുരാണപുരുഷനായ ഭഗവാനെ വാത്സല്യത്താൽ തൊണ്ടയിടറിക്കൊണ്ട് മകനെ, കുഞ്ഞേ എന്നൊക്കെ മായാവേശം നിമിത്തം സമീപത്തിരുത്തി ലാളിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുകയും ചെയ്തു. അമാത്യാദികൾക്കും പൗരന്മാർക്കും സാമാന്യജനങ്ങൾക്കും തൻ്റെ മകനിൽ പരമമായ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയ നാഭിചക്രവർത്തി തത്തത്കാലോചിത ധർമ്മ സംരക്ഷണത്തിനായി മകനെ രാജാവായി അഭിഷേകം ചെയ്യിച്ച് ബ്രാഹ്മണ ശ്രേഷ്ഠരെ ഏൽപ്പിച്ചതിൽ പിന്നെ സ്വപത്നിയായ മേരുദേവിയോടുകൂടി ബദര്യാശ്രമത്തിൽ ചെന്ന് പരോപദ്രവകരമല്ലാത്തതും തീവ്രവുമായ തപസ്സും സമാധിയോഗവും കൊണ്ട് നരനാരായണാഖ്യനായ ഭഗവാൻ വാസുദേവനെ ഉപാസിച്ച് യഥാകാലം ജീവൻ മുക്തതയെ പ്രാപിച്ചു. ഹേ പാണ്ഡവകുലോത്തമ, നാഭിയെ പറ്റിയുള്ള 2 പൂർവശ്ലോകങ്ങൾ ഇതാ. വിശുദ്ധകർമ്മത്താലാർത്തൻ പുത്രനായി ഭഗവാൻ ഹരി ആ നാഭിരാജർഷിയെപ്പോൽ ആർക്കുള്ളൂ കർമ്മചാതുരി. ആർത്തൻ യജ്ഞത്തിൽ വഴിപോൽ പൂജിക്കപ്പെട്ടൊരന്തണർ യജ്ഞേശനെ കണ്ടത് ആരുണ്ടത്രയ്ക്കും ബ്രഹ്മഭക്തനായി. ഭഗവാൻ ഋഷഭദേവൻ സ്വരാജ്യമായ അജനാഭം കർമ്മക്ഷേത്രമാണെന്ന് മനസ്സിലാക്കിയതിനാൽ സ്വയം ജ്ഞാനവാനെങ്കിലും ആ സത്യം അന്യരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി സ്വയം ഗുരുകുലവാസം വരിക്കുകയും ലബ്ധദക്ഷിണരായ ഗുരുക്കന്മാരിൽ നിന്ന് ഗൃഹാശ്രമാർത്ഥം അനുജ്ഞ വാങ്ങി ഇന്ദ്രദത്തയായ ജയന്തിയെ വിധിപ്രകാരം വേളി കഴിച്ച് ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളായ ഗൃഹമേധി ധർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും സ്വഭാര്യയിൽ ആത്മതുല്യരായ 100 പുത്രരെ ജനിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠനും ഗുണങ്ങളാൽ ശ്രേഷ്ഠനും മഹായോഗിയുമായ ഭരതൻ ഭരിക്കുകയാലാണ് അജനാഭത്തിന് ഭാരതവർഷം എന്ന പേരുണ്ടാവാൻ ഇടയായത്. ഭരതനെ തുടർന്ന് കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃക്ക്, വിദർഭൻ, കീകടൻ എന്നീ 9 പേർ 90 പുത്രന്മാരിൽ പ്രധാനികളായി തീർന്നു. അന്തരീക്ഷൻ, കവിഹരിപ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ചമസനും, ദ്രുമിളൻ, കരഭാജനൻ. ഈ 9 പേർ ഭഗവത് ഭക്തധർമ്മത്തെ ലോകത്തിന് വിവരിച്ചു കൊടുത്ത മഹാഭാഗവതന്മാരായി ഭവിച്ചു. ഭഗവൻ മാഹാത്മ്യത്താൽ ജാജ്വല്യമാനമായ അവരുടെ പുണ്യചരിതം ശാന്തിമാർഗത്തെ അധികരിച്ചുള്ള വാസുദേവ നാരദ സംവാദത്തിൽ പിന്നീട്, അതായത് 11 സ്കന്ധത്തിൽ വിവരിക്കുന്നതാണ്. ഇളയോരായ ബാക്കി 81 പേർ പിതൃശാസനത്തെ ആദരിച്ച് വേദാധ്യയനനിഷ്ഠരും യാഗാദി തൽപരരും കർമ്മവിശുദ്ധരും മഹാഗുണശാലികളുമായ ബ്രാഹ്മണരായും ഭവിച്ചു. ഇളയോരായ ബാക്കി 81 പേർ പിതൃശാസനത്തെ ആദരിച്ച് വേദാധ്യയനനിഷ്ഠരും യാഗാദി തൽപരരും കർമ്മവിശുദ്ധരും മഹാഗുണശാലികളുമായ ബ്രാഹ്മണരായും ഭവിച്ചു. സ്വതന്ത്രനും ജ്ഞാനസ്വരൂപനുമായ ഋഷഭദേവൻ ജന്മാദികളായ അനർത്ഥ പരമ്പരകളിൽ നിന്ന് സ്വയം വിമുക്തനും കേവലാനന്ദാനുഭവത്തോടു കൂടിയവനുമായ ഈശ്വരൻ തന്നെ ആയിരുന്നുവെങ്കിലും
അപ്രകാരമല്ലാത്തവനെന്ന പോലെ കർമ്മങ്ങൾ ചെയ്യുകയും കാലം കൊണ്ട് ക്ഷയം പ്രാപിച്ചു വരികയായിരുന്ന ധർമ്മത്തെ അജ്ഞജനത്തിന് സ്വാചരണം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക വഴി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ രാഗദ്വേഷശൂന്യനും ജിതേന്ദ്രിയനുമായ അദ്ദേഹം സർവഭൂതമൈത്രിയും കാരുണ്യവും കൊണ്ട് ധർമ്മം, അർത്ഥം, യശസ്, സന്തതി, ആനന്ദം, മോക്ഷം എന്നിവയെ സാധിപ്പിക്കുമാറ് ലോകത്തെ സ്വധർമ്മനിഷ്ഠമാക്കി പ്രവർത്തിപ്പിച്ചു വന്നു. ശ്രേഷ്ഠരെന്നു സർവസമ്മതരായ മഹാത്മാക്കൾ എന്തെന്ത് ആചരിക്കുന്നുവോ അത് ലോകം അനുവർത്തിക്കുന്നു എന്നത് സർവ്വസാധാരണമാണല്ലോ. സകല ധർമ്മങ്ങളും അടങ്ങുന്ന വേദത്തിൻ്റെ രഹസ്യാർത്ഥം നന്നായി അറിഞ്ഞവനാണെങ്കിലും ബ്രാഹ്മണോക്തങ്ങളായ ധർമ്മങ്ങളിൽ നിന്ന് തെറ്റാതെ പ്രവർത്തിക്കാൻ അദ്ദേഹം ജനസമുദായത്തെ സാമാദ്യ ഉപായങ്ങൾ കൊണ്ട് അനുശാസിച്ചു. ദ്രവ്യദേശകാലങ്ങൾക്കനുസരിച്ച് ശ്രദ്ധയോടുകൂടി വിവിധ ആചാര്യന്മാരെ കൊണ്ട് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി വേണ്ടത്ര സമൃദ്ധിയോടുകൂടി 100 യാഗങ്ങൾ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നിർവഹിച്ചു. ഋഷഭദേവൻ രാജ്യം പരിപാലിച്ചു പോന്നപ്പോൾ ഭാരതഖണ്ഡത്തിൽ ആരും തന്നെ തൻ്റേതല്ലാത്ത യാതൊന്നിനെയും ഏതു സന്ദർഭത്തിലും ഏതു മട്ടിലും ഇച്ഛിക്കുകയോ നോക്കുക പോലുമോ ചെയ്തില്ല. ആകാശകുസുമത്തെ എന്ന പോലെ, അതായത് ഇല്ലാത്ത ഒന്നിനെ എന്ന പോലെ അവർ അന്യൻ്റെ മുതലിനെപ്പറ്റി ചിന്തിച്ചതേയില്ല. മാത്രവുമല്ല, തങ്ങളുടെ പരിപാലകനായ ഋഷഭദേവങ്കൽ പ്രതിദിനം അവർക്ക് സ്നേഹ ആദരാദി വർദ്ധിച്ചുകൊണ്ട് തന്നെ വരികയും ചെയ്തു. ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മാവർത്തത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ബ്രഹ്മർഷി മുഖ്യന്മാർ ഒത്തുചേർന്ന ഒരു സഭയിൽ വച്ച് സ്വന്തം നാട്ടുകാരഖിലം കേട്ടുകൊണ്ടിരിക്കെ വിനയസ്നേഹസമ്പന്നരാണെങ്കിലും തൻ്റെ പുത്രന്മാരെ ഇങ്ങനെ അനുശാസിച്ച് സംസാരിച്ചു. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 4-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.